മക്കത്തെ മംഗലരാവ് എന്ന ഗാനത്തിൻ്റെ ഗാനരചയിതാവ് ഏറെ പ്രിയപ്പെട്ട പ്രതീഷ് ഗോപാലേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥി എത്തിയിരിക്കുന്നത്. പ്രതീഷേട്ടാ നമസ്കാരം. മക്കത്തെ മംഗല്യരാവ് ഖദീജയ്ക്കു കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ. എങ്ങനെയാണ് ഈ ഒരു ഗാനത്തിൻ്റെ രചനയിലേക്ക് താങ്കൾ കടന്നത്? എങ്ങനെയാണ്? നമ്മളെ വാക്കുകളിലൂടെയോ എഴുത്തിലൂടെയോ നന്മ വരുമെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ലത്. അമ്മ മരണപ്പെട്ടു. അമ്മക്ക് എന്നെ കുറിച്ച് ഭയങ്കര ആവലാതിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഞാനിങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അത് കാണാനെങ്കിൽ അമ്മില്ലാത്തൊരവസ്ഥയാണ്. അതൊരു ഭയങ്കര വിഷമമുള്ള സംഭവം. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. സ്വാഭാവികമായിട്ടും കൂലിപ്പണിക്കാരൻ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ഒരു കുട്ടിക്കാലമായിരിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ട് നമുക്ക് അന്നുകൊണ്ട് ഇന്നുണ്ട്. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഇപ്പോൾ ഈ ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ ചീത്ത രീതിയിൽ പാടുന്നത്, അത് എന്തെങ്കിലും ആചാരമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉള്ള കാര്യമാണോ? എന്താണെങ്കിലും ഒരു ഏത് ദൈവത്തിനാണെങ്കിലും ഏത് വ്യക്തിക്കാണെങ്കിലും ചീത്ത വിളിക്കുന്നത് നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണല്ലോ നമുക്കെല്ലാവർക്കും. അവര് ഇഷ്ടമുള്ള രൂപത്തിലാണ് ദൈവത്തെ വിളിച്ചിരുന്നതും ആചരിച്ചത്. അതിനകത്ത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവര് വിളിച്ചിട്ടുണ്ടാവും. അപ്പാ അപ്പാ ഉന്ന പോലെ യാരുമേ ഇല്ലേ എനക്കാരുമേ ഇല്ലേ, ഓം കൈവീരലെ പിടിച്ച് നടന്ന കാലം മറക്കലേ, അന്ത കാലം മറക്കലേ. ഹലോ ഹായ് നമസ്കാരം, ഇറ്റ്സ് മീ ഷെബിങ്ങാൻസൺ ബറുവ. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സൗണ്ട്. കേരളക്കരയാകെ ഇന്ന് ചർച്ചാ വിഷയം ഒരു ഗാനവും ആ ഗാനത്തിൻ്റെ ഗാനരചയിതാവും ആരാണ് എന്നതിനെക്കുറിച്ചാണ്. കേരളത്തിൽ മാത്രമല്ല, ഗൾഫ് കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും എന്ന് വേണ്ട എല്ലാ രാജ്യങ്ങളിലും മലയാളികൾ ഉള്ളിടത്തെല്ലാം ചർച്ചാ വിഷയം ആ ഗാനവും ആ ഗാനരചയിതാവിനെയും കുറിച്ചാണ്. ഏതാണ് ആ ഗാനമെന്നല്ലേ? മക്കത്തെ മംഗലരാവ്. മക്കത്തെ മംഗലരാവ് എന്ന ഗാനത്തിൻ്റെ ഗാനരചയിതാവ് ഏറെ പ്രിയപ്പെട്ട പ്രതീഷ് ഗോപാലേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥി എത്തിയിരിക്കുന്നത്. പ്രതീഷേട്ടാ നമസ്കാരം. നമസ്കാരം. വലിയ ചർച്ചാ വിഷയമാണല്ലോ ഇപ്പോൾ, എങ്ങും മക്കത്തെ മംഗലരാവാണല്ലോ ചർച്ചാ വിഷയം. എങ്ങനെ നോക്കി കാണുന്നു? ആ ഒരു അല്ലേ, ഒരു വല്ലാത്തൊരു അനുഭൂതി ഇപ്പം ഉണ്ടായിരിക്കും അല്ലേ? വളരെയേറെ സന്തോഷമുണ്ട്. ഈ പാട്ടിനെ നല്ല രീതിയിലും നല്ല രൂപത്തിലും കേരളം എന്നല്ല ഇന്ത്യ മൊത്തത്തിൽ ഇങ്ങനെ ഗൾഫിലായാലും എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലെയും മലയാളികൾ ഏറ്റെടുത്തു. മതസൗഹാർദ്ദം ഉദ്ദേശിച്ചിട്ടുള്ള ഗാനമാണ്. ആ രൂപത്തിൽ തന്നെ അതിനെ ഏറ്റെടുത്തതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിനെ ഓരോരുത്തരോട് ഞാൻ എൻ്റെ നന്ദി വീണ്ടും വീണ്ടും രേഖപ്പെടുത്തുകയാണ് അല്ലേ. നമുക്ക് എന്താണെങ്കിലും ആ ഗാനത്തിൻ്റെ ഒരു കുറച്ച് വരികൾ കേട്ടിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐശ്വര്യമായിട്ട് തുടങ്ങാം അല്ലേ? ഈ പ്രോഗ്രാമിന് പോയി വന്നതിൻ്റെ ചെറിയൊരു ശബ്ദത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്നാലും നമ്മളത് ശിരസാ വഹിക്കും. മക്കത്തെ മംഗല്യരാവ് ഖദീജയ്ക്കു കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ. എല്ലാം പടച്ചോനോടോതി ഖദീജയുമാലിയുമൊന്നായി 10 മാസം തികഞ്ഞല്ലോ പിറന്നവൾ പാത്തുമ്മ പെണ്ണ്. പെണ്ണവളന്നു വളർന്ന് സുന്ദരമായൊരു മുഞ്ചേ, ആരിലും ഹാലിളകീടും അഴകാർന്നൊരു പാത്തുമ്മ പെണ്ണ്. മക്കത്തെ മംഗല്യരാവ് ഖദീജയ്ക്കു കല്യാണ നാളെ മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ. ഇതിന്റെ അടുത്ത അനുപല്ലവി എങ്ങനെയാ വരുന്നത്? ഇത് പല്ലവി അനുപല്ലവി ഞാൻ പാടിയപ്പോ ഫസ്റ്റത്തെ പല്ലവിയാണ് മക്കത്തെ മംഗല്യരാവ് ഖദീജയ്ക്കു കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ. അനുപല്ലവിയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. എല്ലാം പടച്ചോനോടോതി ഖദീജയുമാലിയുമൊന്നായി 10 മാസം തികഞ്ഞല്ലോ പിറന്നവൾ പാത്തുമ്മ പെണ്ണ്.
പിന്നെ അതാണ് അവൻ്റെ പല്ലവി. ഇത് പല്ലവി മക്കത്തെ മംഗല്യരാവ്. ഈ പ്രധാനമായിട്ടും ഈ 2 വരികളല്ലേ കത്തിയത് അല്ലേ, സോഷ്യൽ മീഡിയ കത്തിച്ചത് ഈ 2 വരികളാണ്. എങ്ങനെയാണ് ഈ ഒരു ഗാനത്തിന്റെ രചനയിലേക്ക് താങ്കൾ കടന്നത്? എങ്ങനെയാണ് അതിന് ഒന്നാമത്തെ കാരണം എൻ്റെ സുഹൃത്തുക്കളും പിന്നെ ഞങ്ങളുടെ നാട്ടിൽ നടന്നു വരുന്ന ആചാരത്തിന്റെ ഭാഗമായിട്ട് അയ്യപ്പൻ വാവർ എന്ന് പറയുന്ന 2 സങ്കല്പങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വ്യത്യസ്തമായ ജാതിയിലുള്ള 2 സങ്കല്പങ്ങളെ കൂട്ടിച്ചേർത്ത് മതേതരത്വം ഒന്നാണെന്ന് കാണിക്കുന്ന വിളക്ക് പരിപാടി, വിളക്ക് മഹോത്സവം അയ്യപ്പനുകൾ നടക്കുന്നൊരു മഹോത്സവം നടക്കുന്നൊരു നാടാണ്. അപ്പോൾ അവിടെ നാടേതായിരുന്നു? കൊടുങ്ങല്ലൂർ, അഴീക്കോട്. അപ്പോൾ അവിടെ ഈ 2 കഥാപാത്രങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് ഈ പരിപാടി. കാരണം 2 പേരും, ഒരാൾ മുസൽമാനും ഒരാൾ ഹൈന്ദവനും എന്നുള്ള തരത്തിൽ. അപ്പോൾ ഈ പരിപാടിക്ക് നാനാജാതിക്കാരും പങ്കെടുക്കുന്നൊരു പരിപാടിയാണ്. അതായത് ഈ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ അല്ലെങ്കിൽ മുസൽമാനെന്നോ എല്ലാവരും ഒരുമിച്ച് കൂടി ചേർന്ന് ഒരേ മനസ്സോടു കൂടി പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അയ്യപ്പൻ വിളക്ക് പരിപാടി. അവിടെ ഈ വാവർ സ്വാമിയെക്കുറിച്ച് പാടുന്ന പാട്ടുകൾ എൻ്റെ അച്ഛൻ്റെ പേര് കുഞ്ഞപ്പൻ, അമ്മയുടെ പേര് ഭാനുമതി, ഏലൂരാണ് എൻ്റെ അച്ഛൻ്റെ നാട്. ചേട്ടന്മാർ സജീവൻ, സാബുക്കുട്ടി. അച്ഛനൊരു ഓണക്കളി പാട്ടുകാരനായിരുന്നു. എന്ത് പാട്ടുകാരനായിരുന്നു? ഓണക്കളി പാട്ടുകാരനായിരുന്നു. അമ്മയും ഓണക്കളി കളിക്കുന്ന. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ കേട്ട ആചാരങ്ങളുടെ ഭാഗമായിട്ട് കണ്ടുവന്ന ആചാരങ്ങളും അവരിൽ നിന്ന് കേട്ട കഥയുമാണ് ഇതൊരു പാട്ടായിട്ട് കൂടുതലും എഴുതാനുള്ളൊരു കാരണം. അത് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിലായാൽ അവർക്കും ഒരു പങ്കുണ്ട്. എത്ര വർഷം മുമ്പാണ് ഈ ഗാനം രചിക്കുന്നത്? ഞാൻ പാട്ട് എഴുതിയിരിക്കുന്നത് കറക്റ്റ് 11 വർഷം മുമ്പാണ്. 11 വർഷം എഴുതിയിട്ട് പാടിത്തുടങ്ങിയത് 9 വർഷമായി ആയിട്ടുള്ളൂ. എവിടെ ആദ്യമായിട്ട് ഈ ഗാനം ആലപിക്കുന്നത് എവിടെയാണ്? ചേട്ടൻ? ഞാനല്ല പാടിയത് ഈ പാട്ട്. അല്ല, ഈ പാട്ട് പാടിയിരിക്കുന്ന ഇപ്പം സത്യം പറഞ്ഞാൽ വൈറലായത് ആ കൊച്ചുകുട്ടി പാടിയതിനു ശേഷമാണ് വലിയ രീതിയിൽ ആദ്യമായിട്ട് പാടിയത് ഞങ്ങളുടെ ഞാനിത് ഓം സച്ചിദാനന്ദ എന്ന് പറഞ്ഞ ഭജന സംഘത്തിന് വേണ്ടി എഴുതിയൊരു പാട്ട്. അതിൻ്റെ അകത്ത് ആശാനാണ് സിജീഷ് മേത്തല എന്ന് പറയുന്നത്. ആളാണ് അതിൻ്റെ അകത്ത് ആശാൻ. അപ്പൊ ആളെ ശിക്ഷണത്തിലുള്ള ആളെ എൻ്റെ ആശാനല്ല, എൻ്റെ ആശാന്റെ പേര് പവിത്രൻ എന്നാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. എൻ്റെ ആളെ ശിക്ഷണത്തിലുള്ള അജു എന്ന് പറയുന്ന ഒരു ഗായകനാണ് ഈ പാട്ട് ആദ്യം പാടിയത്. വർഷങ്ങൾക്ക് മുമ്പാണ് അജു പാടിയതിന്റെ ഒരു ഇത് വ്യത്യസ്തമായ രൂപത്തിലാണ്. അത് സോഷ്യൽ മീഡിയ വന്നിട്ടില്ല. അജു ആദ്യമായിട്ട് പാടിയ ആളുടെ ഇത് വന്നിട്ടില്ല. നമുക്കൊന്ന് പറ്റുമെങ്കിൽ പുള്ളി ഒന്ന് വിളിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പാടിപ്പിക്കണം ഇത്. അല്ല ആദ്യം ഇപ്പൊ വിളിച്ചാൽ കിട്ടുമോ? ഒന്ന് വിളിച്ചു നോക്കുന്നു. ചേട്ടാ, അതായത് സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കാനുള്ള കാരണം, നമ്മൾ കേട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ആ കുട്ടി പാടിയതാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും വൈറലായി ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തത് ആ കുട്ടി പാടി, ആ ഭജനയ്ക്ക് ആ കുട്ടി പാടിയതാണ് വലിയ രീതിയിൽ വൈറലായത്. അതിനു മുമ്പ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കാണുന്നത് ജാസിം എന്ന് പറഞ്ഞൊരു സിംഗറുണ്ട്. നമ്മുടെ സരിഗമപ്പായിലൊക്കെ വൈറലായിട്ടൊരു ജാസിം എന്നൊരു സിംഗർ പാടി. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 മില്യൺ വ്യൂസ് എങ്ങാണ്ടുണ്ട് ഈ മക്കത്തെ മംഗല്യരാവ് തന്നെ. ഇതൊന്നും ചിലപ്പോൾ ചേട്ടൻ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് എഴുതിയ ആള് പറയുന്നത് ആദ്യമായിട്ട് ഇത് പാടിയിരിക്കുന്ന അജു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ പുള്ളി ഒന്ന് നമുക്ക് ഇതൊന്നും 2 വരി പാടി കേൾക്കണമെന്ന് ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് വിളിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചത്. ഉറക്കത്തിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ അടുത്ത് തിരിച്ച് വിളിച്ചു വിടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പരിശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. തിരിച്ചു വിളിക്കുമായിരിക്കും. നമുക്കതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഗാനരചനയിലേക്ക് കടക്കുന്നത് എന്നുള്ളത് ഏകദേശം പറഞ്ഞു. അതിനുശേഷം ഇത് ഇപ്പോഴാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വലിയ രീതിയിൽ വൈറലാകുന്നത്. ഈ 9 വർഷം മുമ്പ് താങ്കൾ പാടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ആ സമയത്തും ഇത് അത്യാവശ്യം കാണികൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ളൊരു ഗാനമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു കുട്ടി പാടിയിട്ടുണ്ടല്ലോ, ആ കുട്ടി പാടിയതാണ് ഇപ്പം നിലവിൽ വൈറലായിട്ടിരിക്കുന്നത്. ആ കുട്ടി ചേട്ടൻ എഴുതിയതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ പാടിയതാണോ അതോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പാടി വൈറലായി പോയതാണോ? അല്ലല്ല, അറിഞ്ഞിട്ട് തന്നെ പാടിയതാണ്. ഞങ്ങളുടെ മൈൻഡ് ഒരു പാട്ട് പുതിയത് പാടിക്കഴിഞ്ഞാൽ പിന്നെ ആ പാട്ട് അടുത്ത പാട്ട് പുതിയത് വരുമ്പോൾ മറ്റുള്ള പാട്ടുകൾ പാടാതിരിക്കുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഈ വർഷം എഴുതിയ പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എഴുതിയ പാട്ടുകൾ ഞങ്ങൾ
ആവശ്യപ്പെട്ടാൽ മാത്രം പാടുള്ളൂ. അങ്ങനെയുണ്ട്. അങ്ങനെ ഒന്ന് പാട്ട് മാറ്റി വെച്ചപ്പോൾ അവരാവശ്യപ്പെട്ട് ചോദിച്ചാണ് പാട്ട് പാടിക്കോട്ടെ എന്ന്. പാടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനായ ലാലു എന്നാണ് പേര്, ആളിനെ വിളിച്ചത്. അപ്പോൾ ആളെന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ലാലുവാണ് ഈ പാട്ട് ഒരുക്കി കൊടുത്തത്. അങ്ങനെയാണ് പാടിയത്. അനന്തജ്യോതി പാടിയത് അങ്ങനെയാണ്. കുട്ടിക്കും വലിയ ഗുണം ചെയ്തു, ഇപ്പം ചേട്ടനും വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല പ്രോഗ്രാംസിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഒഴുക്കാണെന്നാണ് എനിക്കറിയാൻ. പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ മണ്ഡലമാസത്തിൻ്റെതായ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല, അതിന്റെ തിരക്കിലാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് വേണം മറ്റു പ്രോഗ്രാമുകളിലൊക്കെ എത്തിപ്പെടാനായിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഗൾഫ് കൺട്രീസിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. അതുപോലെ വലിയ വലിയ മുഖ്യധാര മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ്, കൈരളി, മാതൃഭൂമി, മനോരമ തുടങ്ങിയിട്ടുള്ള ചാനലുകളൊക്കെ വിളിക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. നല്ല കാര്യം, നല്ല വലിയ രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതീഷ് ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്, എന്താണ്, എവിടെയാണ് ജനിച്ചത്, എങ്ങനെയാണ് ഈ ഒരു ഗാനരചന എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എവിടെയാണ് ജനനം, എവിടെയാണ്? എൻ്റെ ജനനം കൊടുങ്ങല്ലൂർ തന്നെയാണ്. കൊടുങ്ങല്ലൂർ. അമ്മ ഭാനുമതി, അച്ഛൻ ഏലൂർക്കാരനാണ്. കൊടുങ്ങല്ലൂർ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് അറിയാമോ? കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഭരണിക്ക് ഗാനം എഴുതിയിട്ടുണ്ടോ? റീനാ മുരളി എന്നൊരു പ്ലേ ബാക്ക് സിംഗർ പാടിയിട്ടുണ്ട് എൻ്റെ പാട്ട്. അല്ല, കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഭയങ്കരമായിട്ട് ഈ ചീത്തയാണ് വിളിക്കുന്നതെന്നൊരു പൊതുവെ ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. കഥകളാണ് പാടുന്നത് കൊടുങ്ങല്ലൂർ ഭരണിയിൽ. അതായത് ഞാനൊക്കെ കേട്ടിരിക്കുന്ന വളരെ വൃത്തികെട്ട കുറേ ഗാനങ്ങളാണ് കൊടുങ്ങല്ലൂർ ഭരണിക്ക് പാടുന്നുള്ള രീതി. കേട്ടോ, എൻ്റെ അറിവായിരിക്കും, ചിലപ്പോൾ തെറ്റായ അറിവായിരിക്കും. അപ്പോൾ അത് അങ്ങനെയല്ലേ? അങ്ങനൊന്നുമില്ല. അത് ആചാരത്തിന്റെ ഭാഗമായിട്ട് ഒന്നും അങ്ങനെ നടക്കുന്നില്ല ഈ സംഭവം. അത് പിന്നെ പാടുന്നവരുണ്ടാവും, അത്ര. പക്ഷെ ഇത് ഭരണി എന്ന് പറയുമ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട്, ജനങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിക്ക്, അതായത് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മോശമായിട്ടുള്ള ഗാനങ്ങളല്ലാതെ താങ്കൾ ചിട്ടപ്പെടുത്തിയ ഏതെങ്കിലും ഒരു ഗാനം പാടാൻ പറ്റും? റീനാ മുരളി പ്ലേ ബാക്ക് സിംഗർ, അത് SP സാറിന്റെ കൂടെ പാടിയിരുന്നതാണ്. SP ബാലസുബ്രഹ്മണ്യം പ്ലേ ബാക്ക് സിംഗർ റീനാ മുരളി പാടിയിട്ടുണ്ട്. ഏതാണത്? അത് ആടാടൻ നമ്മ തായേ കൊടുങ്ങല്ലൂരമ്മേ, ആടിക്കളിക്കെൻ്റെ മായേ കോടിലിംഗേശ്വരിയേ, ചെമ്പട്ടുടുത്ത് കാലിൽ ചിലമ്പണിഞ്ഞ് കയ്യിൽ വട്ടകവാളെടുത്താടാടമ്മേ ആടാടേ, ആടാടൻ നമ്മ തായേ കൊടുങ്ങല്ലൂരമ്മേ, ആടിക്കളിക്കെൻ്റെ മായേ കോടിലിംഗേശ്വരിയേ. അതിപ്പോൾ ഏകദേശം 1 മില്യൺ 2 മില്യൺ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു, കാരണം കൊടുങ്ങല്ലൂർ ജനിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ, അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഇപ്പോൾ ഈ ഒരുപാട് പേര്, ഞാൻ പറഞ്ഞല്ലോ, ചീത്ത രീതിയിൽ പാടുന്നത്, അത് എന്തെങ്കിലും ആചാരമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉള്ള കാര്യമാണോ? അതിനെക്കുറിച്ച് വ്യക്തമായൊരു അറിവ് എനിക്കില്ല സംഭവം. പിന്നെ ഞാനങ്ങനെ പാടുന്നത് കേട്ടിട്ടുണ്ട്, അത് ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എന്താണത്, എന്താ സംഭവം? അത് എന്താണെങ്കിലും ഒരു ഏത് ദൈവത്തിനാണെങ്കിലും ഏത് വ്യക്തിക്കാണെങ്കിലും ഈ ചീത്ത വിളിക്കുന്നത് നല്ലതല്ല എന്നുള്ള അഭിപ്രായമാണല്ലോ നമുക്ക് എല്ലാവർക്കും. പണ്ട് കാലങ്ങളിൽ ഞാൻ അറിഞ്ഞൊരു സംഭവമുണ്ട്, എൻ്റെ കാരണന്മാർ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അവർ ഇഷ്ടമുള്ള രൂപത്തിലാണ് ദൈവത്തെ വിളിച്ചിരുന്നതും ആചരിച്ചിരുന്നതും. അതിനകത്ത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവർ വിളിച്ചിട്ടുണ്ടാവും, അതെനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താണ് ഈ ആചാരങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇത് ആചാരത്തിൻ്റെ ഭാഗമാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അമ്മ കൊടുങ്ങല്ലൂർക്കാരനാണ്, ഭരണിക്ക് പോകാറുണ്ടെന്നല്ലാതെ വ്യക്തമായൊരു സംഭവം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ വേണം, അല്ലാണ്ട് ആധികാരികമായിട്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. അതെ. അപ്പോൾ കൊടുങ്ങല്ലൂർ ജനിച്ചു, എങ്ങനെയായിരുന്നു കുട്ടിക്കാലം? അവിടെ നിന്ന് പിന്നെ ഇവിടെ ഏലൂരാണ് എൻ്റെ ഒരു കുട്ടിക്കാലം. എറണാകുളം ഏലൂർ തന്നെയായിരുന്നു കുട്ടിക്കാലം? ഏലൂരായിരുന്നു കുട്ടിക്കാലം. കൊടുങ്ങല്ലൂർ ജനിച്ചതേ ഉള്ളൂ, എറണാകുളംകാരനാണ്. ഏലൂർക്കാരനാണ് ഞാൻ, അച്ഛൻ ഏലൂർക്കാരനാണ്. ഏലൂരാണ് ഇവിടെ കുട്ടിക്കാലം എന്നെ ചെലവഴിച്ചിരുന്നത്. മൂത്തേട്ടനാണ് അവിടെ കൊടുങ്ങല്ലുണ്ടായിരുന്നത്. മൂത്തേട്ടനും ഇവിടെ ആയിരുന്നു, അമ്മൂമ്മയുടെ കൂടെ ആയിരുന്നു. കാളി എന്നാണ് അമ്മൂമ്മയുടെ പേര്. ഏകദേശം 105 വയസ്സായപ്പോഴാണ് മരണപ്പെട്ടത്. അവരും ഇതേമാതിരി തന്നെ ഈ ആചാരങ്ങളുടെ ഭാഗമായിട്ട് പാട്ടുകൾ പാടുന്നവരാണ് എല്ലാവരും. അപ്പോൾ ഇത് സ്വതസിദ്ധമായിട്ട് കിട്ടിയതാണ്, ജന്മസിദ്ധമായിട്ട് കിട്ടിയതാണ് അല്ലേ? ജന്മസിദ്ധം അവരെ കിട്ടിയ കഴിവുകൾ അത് നമ്മളിങ്ങനെ പരിപോഷിക്കാനുള്ള ശ്രമം നടത്തി. എൻ്റെ ചേട്ടൻ സ്കിറ്റൊക്കെ എഴുതുന്ന ആളാണ്, സജീവൻ. ആള് പഞ്ചായത്ത് ജോലിയാണ്, ആള് സ്കിറ്റുകൾ എഴുതും,
ആള് ഇതേമാതിരി തന്നെ ആളുടെ ചെയ്താവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആളിപ്പോൾ ഈ അടുത്തിരുന്നൊരു പാട്ട് എന്നോട് പറഞ്ഞ ട്യൂൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ പറ്റിയില്ല. ഇല്ല. ആള് ഒരു പ്രണയഗാനം എഴുതിയിട്ടേ അതെന്നോട് ഇങ്ങനെ അത് ട്യൂൺ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. സമയം നമുക്ക് സമയം കിട്ടായില്ല, പിന്നെ അതിനകത്തേക്ക് ഇരിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ആ പാട്ട് ഇതാണ്. വല്ലാതെ നോവുന്നു പെണ്ണെ, മേല് പൊള്ളുന്ന നോട്ടമെൻ കണ്ണേ, വല്ലാതെ നോവുന്നു പെണ്ണേ. ഇതാണുള്ളത്. അതെന്താ പിന്നെ എന്താ ട്യൂൺ ചെയ്യാത്ത? ട്യൂൺ ചെയ്യാനായിട്ടേ അത് ഒരു ട്യൂൺ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, ജമാൽ ഞാറക്കൽ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ സുഹൃത്തിന്. അപ്പം അതിൻ്റെ ടേക്കിൽ നിന്ന് മാറ്റി ചെയ്യണം. അത് ഇത് സിന്ധു പേരുവരാകും ഇപ്പം ചെയ്തിരിക്കുന്നു. ഇത് സിന്ധു പേരുവാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ആലില കണ്ണ സിന്ധു പേരുവരാകും. സൂര്യനായി അത് സിന്ധു പേരുവരാകും. ഹരിമുരളി ഇതൊക്കെ സിന്ധു പേരുവരാഗത്തിൽപ്പെട്ട ആ പാറ്റേണാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ആ രാഗത്തിൽ നിന്ന് മാറ്റിയിട്ട് ഞാനൊന്ന് ആലോചിക്കുന്നു, ഭാഗ്യശ്വരി രാഗത്തിലേക്ക് മാറ്റിയാലെന്നുള്ള ആലോചന ഉണ്ടായിരുന്നു, പറ്റിയില്ല. അതാണ് സംഭവം. അല്ല, കേട്ടോണ്ട് ഞാൻ ഒരു ആഗ്രഹം പറയട്ടെ, ആ സൂര്യനെ തഴുകി ഒരു 2 വരി പാടാവോ? അതൊക്കെ പാടി നന്നായിട്ട് പാടിച്ചേക്കണ പാട്ടുകളാണ്. എന്നാലും ചേട്ടൻ അത് തുടങ്ങിയത് എനിക്ക് ഭയങ്കരമായിട്ട് ആ സംഗതി എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. സൂര്യനായി തഴുകിയുറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണെനിക്കിഷ്ടം, കല്ലെടുക്കും കളിത്തുമ്പിയെപ്പോലെ ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരി ചിറകുവിടർത്തുമെന്നച്ഛൻ, പുഞ്ചിരി ചിറകുവിടർത്തുമെന്നച്ഛൻ. കണ്ടോ ക്യാമറമാൻ കരഞ്ഞുണ്ടോ? എൻ്റെ കണ്ണ് കണ്ടോ? അത് ഭയങ്കര ഒരു ഫീലുള്ള എന്താ അല്ലേ ഈ പാട്ടിനൊരു ചില ഗാനങ്ങളുണ്ട്, അവൻ കരയുക. അതാണ് അത്. ഈ പാട്ടിന് എന്താണെന്നറിയാം, ഒരു ഭയങ്കര വശ്യതയും ഒരു എന്താ പറയുക ഫീലിംഗ് ആണ് ഈ പാട്ട്. പാടി വെച്ചേക്കണേൻ്റെ ഒരു അത് മാത്രമല്ല, അച്ഛൻ നഷ്ടപ്പെട്ടവർക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പാട്ടിന് മാത്രമുള്ള ഒരു എന്താ പറയുക ഒരു പ്രത്യേകതയാണെന്നാണ് എനിക്ക് പലതവണ തോന്നിയിട്ടുള്ളത്. എപ്പോൾ കേട്ടാലും എനിക്ക് സങ്കടം വരും. എനിക്ക് എൻ്റെ കണ്ണ് നിറയുന്നൊരു പാട്ടാണ് എപ്പോഴും. കാരണം ഇപ്പോഴും എൻ്റെ ചെറിയ രീതിയിൽ നമുക്ക് രോമാഞ്ചം കണ്ണ് നിറയുക എന്നൊക്കെ പറയുന്നത് ചേട്ടൻ പാടിയതിൻ്റെ ഉണ്ട്. ആ ഒരു ഫീല് നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞാനൊന്ന് പാടാൻ പറഞ്ഞത്. അത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അത് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനുശേഷം അപ്പോൾ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞില്ല. ഇവിടെ നമ്മൾ അതിനിടയ്ക്ക് ഇങ്ങനെ കയറി വേറെ റൂട്ടിലേക്ക് പോയി. കുട്ടിക്കാലത്ത് സംഭവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞങ്ങൾ ഇവിടെയും അവിടെയുമായിട്ടാണ് എൻ്റെ കുട്ടിക്കാലം ഇങ്ങനെ കഴിഞ്ഞു പോയിരുന്നത്. ഈ അച്ഛൻ ഒരു കരിങ്കൽ പണിക്കാരനാണ് ആയിരുന്നു. അമ്മക്കാരനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടന്മാർ പഠിക്കുകയായിരുന്നു, ഞാനും പഠിക്കുകയായിരുന്നു ആ സമയത്ത്. പിന്നീട് ചേട്ടന്മാർക്കൊക്കെ ജോലിയൊക്കെ കിട്ടിയത്. എൻ്റെ പഠനം 10ാം ക്ലാസ് വെച്ച് നിന്നുപോയി. രണ്ടാമത് എൻ്റെ മൂത്ത ചേട്ടൻ സാബുക്കുട്ടൻ, ആള് ഡിഗ്രി വരെയൊക്കെ പോയ ആളാണ്. പക്ഷെ ആൾക്കത് ഞങ്ങൾക്ക് വേണ്ടി, എനിക്കും ചേട്ടന്മാർക്കും അങ്ങനെയുള്ള ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ വേണ്ടി എൻ്റെ മൂത്ത ചേട്ടനെ അതിൻ്റെ അന്നൊക്കെ വിട്ടു നിൽക്കേണ്ട അവസ്ഥ വന്നു. പഠനം പൂർത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ ആ ഒരു എഫക്റ്റ് പുള്ളി അങ്ങനെ മനസ്സുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ച് ചെയ്തതിൻ്റെ പേരിൽ രണ്ടാമത്തെ ആളുടെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡിയായി. അങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടിക്കാലം പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഓർക്കാൻ മാത്രമൊന്നും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ പാട്ടും കുത്തും കാര്യങ്ങളും സ്കൂളുകളിലൊക്കെ ഉള്ള ടീച്ചേഴ്സും എൻ്റെ പ്രധാനപ്പെട്ട ടീച്ചർ വത്സമ്പ ടീച്ചർ, പത്മ ടീച്ചർ, അങ്ങനെ ടീച്ചറും ഇവരൊക്കെ എന്നെ കൊണ്ടുപോയിരുന്നത് പരിപാടികളിലൊക്കെ. ഞാൻ കവിതാപാരായണത്തിന് സംസ്ഥാന തലത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. കവിതാ പാരായണം, തബല, പുല്ലാങ്കുഴൽ, ഇതൊക്കെ റിയാട് കേരള ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു കുട്ടിക്കാലവും സംഭവങ്ങളൊക്കെ. സ്വാഭാവികമായിട്ടും കൽപ്പണിക്കാരെന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് വീട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? വീട് ഇപ്പോൾ പഴയ വീടാണ്. പണ്ടത്തെ EMS ഫണ്ടിൽ നിന്ന് കിട്ടിയ വീടാണ് ഇപ്പോൾ നമുക്കുള്ളത്. വീട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ, സ്വാഭാവികമായിട്ടും കൂലിപ്പണിക്കാരൻ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചൊരു കുട്ടിക്കാലമായിരിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ട് നമുക്ക് അന്നുകൊണ്ട് ഇന്നുണ്ട്. അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. അതിൻ്റെ ആ കൂട്ടത്തിൽ കൂടെ നമ്മൾ ഇതൊക്കെ ചെയ്യുക എന്നുള്ളൊരു സംഭവം മാത്രമേ. ദൈവം തന്ന ഒരു ലൈഫല്ലേ ഉള്ളല്ലേ, അത് ഉള്ളതുപോലെ എൻജോയ് ചെയ്ത് ജീവിക്കുക. നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് വിഷമങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുക. അതേ ഉള്ളൂ. അതൊരു
കമൻ്റാണത് അല്ലേ. മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക, പരമാവധി നമ്മൾ സന്തോഷിച്ച് ജീവിക്കുക, അത്രേ ഉള്ളൂ. നമ്മളെ വാക്കുകളിലൂടെയോ എഴുത്തിലൂടെയോ നന്മ വരുമെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത്. പണ്ടും ആഗ്രഹിച്ചാണ് അങ്ങനെ തന്നെ. അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കാം ഇങ്ങനെ ഉള്ള എഴുത്തിനൊക്കെ ഇത്ര ഇത് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു, ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. എങ്കിൽ പോലും ഈ ഞാൻ ചോദിക്കുന്നത്, സ്വാഭാവികമായിട്ടും താങ്കളൊക്കെ അതായത് എത്രയോ ദാരിദ്ര്യപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ഉയർന്ന് ഇപ്പം അത്യാവശ്യം ജനങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയായ എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് പ്രചോദനമാണ് താങ്കളുടെയൊക്കെ ജീവിതം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, വലിയ പട്ടിണി കാര്യങ്ങൾ ഒക്കെ അനുഭവിച്ചു തന്നെയായിരുന്നോ ലൈഫ് മുന്നോട്ട് പോകുന്നത്? ഞാനങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ചേട്ടന്മാരെല്ലാവരും വളരെയേറെ ഇപ്പോഴും എന്നെ സംരക്ഷിക്കുന്നുണ്ട്. അന്നും എനിക്ക് അങ്ങനെ അച്ഛനും അമ്മനെയും ചേട്ടന്മാരെ കിട്ടിയത് ഒരു ഭയങ്കര പുണ്യം തന്നെയാണ്. കാരണം എന്തെങ്കിലും എൻ്റെ സംരക്ഷണത്തിന് എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ള അന്വേഷിച്ച് കണ്ട ചേട്ടത്തിമാരായാലും അന്വേഷിച്ച് കണ്ടെത്തി ചെയ്യുന്നവരാണ് അവർ. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായാലും അവിടെയുള്ള കൂട്ടുകാരന്മാരും എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവിടെ റിയാഡ്, ഞങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ. ഈ എല്ലാവരും പേര് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറയണം, എല്ലാവരും എന്നെ സഹായിക്കുന്നവരാണ്, എൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരാണ് അവരൊക്കെ. ഇപ്പോൾ രഞ്ജിത്ത്, കണ്ണൻ, അൻസാർക്ക, പിന്നെ ഒരുപാട് പേരുണ്ട്, ജർമ്മൻ എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന കുറേ, അങ്ങനെ ഒത്തിരി പേര്. അല്ല പേര് വിട്ടുപോയാൽ തന്നെ ആരും വിഷമിക്കാത്ത പറ്റി പറയാൻ പെട്ടെന്ന് ഓർമ്മ വന്ന പേര് ഞാൻ പറയുന്നത്. ഷക്കീർ, സുനി, അങ്ങനെ ഒത്തിരി പേര്. ഇവരൊക്കെ നമുക്ക്, പിന്നെ ചേട്ടൻ്റെ കൂട്ടുകാരന്മാർ അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവരുടെ ലൈബ്രറി ഉണ്ട്, അബ്ദുറഹിമാൻ സാഹിബ് ലൈബ്രറി എന്ന് പറയുന്നത്. ആ ലൈബ്രറി കൂടെയാണ് നമുക്ക് ഇന്ന് അറിവ് കിട്ടിക്കൊണ്ടിരുന്നത് എനിക്ക് ഈ സംഭവത്തിൽ. ഇത് ഈ സംഭവത്തെക്കുറിച്ച് അവരെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹം എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ലൈബ്രറിയിലേക്ക് ചേക്കേറാൻ തുടങ്ങിയത്. ആ ലൈബ്രറിയിൽ നിന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് അവിടെ നിന്നുള്ള ബുക്കുകളെ സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ വായിച്ച് ഞാൻ എടുത്ത കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ അതും വന്നിരിക്കുന്നത്. അപ്പോൾ ആ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ലൈബ്രറി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതെ, അവിടെ നിന്ന് ആദ്യത്തെ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ KPCCയുടെ പ്രസിഡന്റ് അദ്ദേഹമാണെന്നാണ് എൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധം വെച്ച് പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ ജനങ്ങൾ തിരുത്തുക. അബ്ദുറഹ്മാൻ സാഹിബ് ആണ് ആദ്യത്തെ KPCCയുടെ പ്രസിഡന്റ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ആദ്യത്തെ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് ആധികാരികമായിട്ട് ആളെ കുറിച്ച് എനിക്ക് അത്ര വലിയ അറിവില്ല. പക്ഷേ ആ ലൈബ്രറിയാണ് ഞങ്ങളുടെ നാടിൻ്റെ ഹൃദയം. അവിടെ PSC ടെസ്റ്റുകൾ ഫ്രീ ആണ് ചെയ്യുന്നതൊക്കെ. ഒരുപാട് പേർക്ക് അവിടെ ജോലി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജോലി, PSCയിലൂടെയുള്ള ജോലികളൊക്കെ. അതിന് ഭയങ്കരമായിട്ടൊരു സാധ്യത ഉള്ളൊരു സ്ഥലമാണത്. ആ ലൈബ്രറിയാണ് ശരിക്കും ലൈബ്രറിയുടെ ഭാഗമായി ചുറ്റിപ്പറ്റുള്ള ജീവിതമാണ് ഞങ്ങളുടെ എല്ലാവരും ആ നാടിൻ്റെ തന്നെ. എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിട്ട് കൂടുതൽ. അവിടെ നിന്നുള്ള അറിവുകളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് എഴുത്തുകൾക്ക് പ്രചോദനമായിരിക്കും. നല്ല വായിക്കുന്ന ആളായിരുന്നു അല്ലേ? അങ്ങനെ ഭയങ്കരമായി വായനൊന്നുമില്ല. ഇപ്പം കുറച്ച് നാളായിട്ട് വായനയുണ്ട്, എന്നാലും അങ്ങനെ നിരന്തരമായിട്ടില്ല നോക്കപ്പോൾ ഇപ്പം തുടങ്ങിയിട്ട് വായന. എങ്കിലും സ്വാഭാവികമായിട്ടും ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി, അതായത് സ്വാഭാവികമായിട്ട് ലൈബ്രറി എന്നൊക്കെ പറഞ്ഞാൽ സാംസ്കാരികപരമായിട്ട് നമ്മളെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉണർത്തുന്ന, നമുക്ക് കൂടുതൽ അറിവുകൾ നൽകുന്ന, സത്യം പറഞ്ഞാൽ അന്യം നിന്ന് പോയി. ഇന്ന് ലൈബ്രറികളില്ല അല്ലേ? ശരിയല്ലേ? ഇന്ന് ലൈബ്രറിക്ക് പകരം കൂടുതൽ സിനിമാ തിയേറ്ററുകളും കൂടുതൽ ഷോപ്പിംഗ് മാളുകളാണ് വരുന്നത്. ലൈബ്രറികൾ ഉണ്ടോ ഇന്ന്? വളരെ ചുരുക്കമാണ് ലൈബ്രറി. പല സ്ഥലങ്ങളിലും ഇല്ല ലൈബ്രറി. ഇപ്പം ഞങ്ങളുടെ ലൈബ്രറി എന്ന് വെച്ചാൽ സംരക്ഷിച്ച് പോരുന്നത് തന്നെ. ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു KP രാജൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ആളെ പ്രസിഡന്റ് ആകാൻ പോകുന്നു KP രാജൻ. അദ്ദേഹം, പിന്നെ അനീഷേടൻ, അതേമാതിരി എന്നെ കവിത പഠിപ്പിച്ചൊരു ഗുരുവുണ്ട് സിദ്ധു, ആള് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അങ്ങനെ ഇവരൊക്കെ ഒരു ഭയങ്കരമായൊരു കൂട്ടായ്മ ലൈബ്രറിയിലുണ്ട്. എൻ്റെ ഏട്ടൻ. അതെ, ഇപ്പം ലൈബ്രറികൾ എന്ന് പറയുന്നത് അതാ ഞാൻ പറഞ്ഞത്, കൂട്ടായ്മകളും നമ്മുടെ ഒരുപാട് എന്താ പറയുക, വ്യത്യസ്തപരമായിട്ടുള്ള ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനൊക്കെ ഉള്ളൊരു വലിയൊരു വേദിയായിരുന്നു പണ്ടത്തെ അല്ലേ? എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് ചായക്കടകളും ലൈബ്രറികളുമായിരുന്നു ആ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നാണ് ഇപ്പം മാറി ഷോപ്പിംഗ് കോംപ്ലക്സുകളും അതുപോലെ സിനിമാ തിയേറ്ററുകളും ആ രീതിയിലേക്ക് മാറിപ്പോയി. കേരളത്തിന് മുക്കിലും മൂലം ലൈബ്രറി വേണമെന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. തീർച്ചയായിട്ടും വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാനും. പക്ഷേ കാലഘട്ടം മാറുന്നതനുസരിച്ച് ജനങ്ങൾ മൊബൈലിലേക്കായിപ്പോയി. വായിക്കാനോ അതിനൊന്നും സമയം കണ്ടെത്താൻ ആരും തയ്യാറല്ല. ആ ഒരു കണ്ടീഷനിലേക്ക് ആയിപ്പോയി. കാലഘട്ടത്തിന്റെ മാറ്റമാണ്, പറഞ്ഞിട്ടും കാര്യമില്ല. എങ്കിലും മാറ്റം വരണം അല്ലേ? ലൈബ്രറിയൊക്കെ തിരിച്ചു വരണം. ലൈബ്രറിയിലേക്ക് തിരിച്ചു നമുക്ക് ഈ പലതരത്തിൽ നമുക്ക് സ്നേഹം പങ്കുവെക്കാന്ന് പറഞ്ഞ പോലെ സാഹോദര്യമായിട്ട് സ്നേഹം പങ്കുവെക്കാൻ ലൈബ്രറിയൊക്കെ ഭയങ്കരമായൊരു 100%. അതല്ലേ പറഞ്ഞത്, അത് മനുഷ്യന്റെ മനസ്സുകൾ തമ്മിലുള്ള ഒരു ഒത്തൊരുമ ഉണ്ടാക്കുന്നതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ്. കോളേജുകളിൽ പോലും ഇന്ന് ലൈബ്രറികളില്ല.
ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ലൈബ്രറികളിലെ പുസ്തകങ്ങൾ ഷെൽഫിൽ പൊടിയടിച്ചിരിക്കുക, ആരും വായിക്കാനും ഇല്ല, ആരും അങ്ങോട്ട് പോകുന്നുമില്ല. ലൈബ്രറി സെക്ഷൻ എന്നും പറഞ്ഞൊരു കോളേജിലൊക്കെ ലൈബ്രറി സെക്ഷൻ എന്ന് പറഞ്ഞൊരു പീരീഡ് തന്നെ ഉണ്ട്. ആ സമയത്ത് എല്ലാവരും വെളിയിൽ പോകും, ആരും ലൈബ്രറിയിലേക്ക് പോകുകയില്ല. ഒക്കെ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. പണ്ടൊക്കെ ലൈബ്രറികളായിരുന്നു ഏറ്റവും കൂടുതൽ ആ സമയത്ത് എല്ലാവരും പോയി ഇരിക്കുന്നതും കഥ പറയാനും സമയം ചെലവഴിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ സംവദിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ക്ഷേത്രങ്ങളും പള്ളികളൊക്കെ പോലെ തന്നെ അതേമാതിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഭവം ലൈബ്രറി എന്ന് പറയുന്നത്. ഇപ്പൊ ആരോ സിനിമയെ പറഞ്ഞില്ലേ, മനുഷ്യനല്ലേ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റില്ല. അതങ്ങനെ തിരിച്ചറിവുണ്ടാവണമെങ്കിൽ നമുക്ക് അറിവുകൾ വേണം. അത് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ വിദ്യാലയങ്ങളിൽ നിന്നും അതേമാതിരിയുള്ള നല്ല നല്ല കൂട്ടായ്മയിൽ നിന്നും, നല്ല നല്ല കൂട്ടായ്മ ലൈബ്രറി അങ്ങനെയുള്ള സംഭവങ്ങളിൽ നല്ല നല്ല പുസ്തകങ്ങളിൽ നിന്നും, അത് തന്നെ പുസ്തകങ്ങളിൽ നിന്നും. അതൊക്കെ അവർ എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അത് വായിച്ച് തന്നെ മനസ്സിലാക്കി തന്നെ. അതെ, തീർച്ചയായിട്ടും വായന വളരെയധികം, ഈ യുവതലമുറയ്ക്ക് വായന വളരെയധികം കുറഞ്ഞു. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഈ ലൈബ്രറിയിലൂടെയാണ് കൂടുതൽ ഈ രംഗത്തേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് ഈ എഴുത്തിലേക്കൊന്ന് കിടക്കുന്നത്? നമ്മൾ അത് ആദ്യമായിട്ട് എഴുതുന്ന പാട്ട് ഏതാ? അതാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യമായിട്ട് എനിക്കൊരു ഗാനം എഴുതാം എന്ന് തോന്നി എന്താ പറയുക, ആ പേനയുടെ തുമ്പെടുത്ത് നമ്മുടെ ഇതിലേക്ക് വെക്കുന്നത് എപ്പോഴാണ്? ആദ്യം അതങ്ങനെ ചോദിച്ചാൽ ഭയങ്കര പ്രയാസമാണ്. കാരണം അത് ഒരുപാട് വർഷം അല്ലെങ്കിൽ പോലും എപ്പോഴും എല്ലാവരും ആദ്യത്തെ പ്രണയം നമ്മൾ മറക്കുകയില്ല, ആദ്യത്തെ വണ്ടി നമ്മൾ മറക്കുകയില്ല, ആദ്യത്തെ വീട് നമ്മൾ മറക്കുകയില്ല. അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ ആദ്യത്തെ ഒരു എഴുത്ത്. അതായത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു ഏകദേശം 18,000-ഓളം ഗാനങ്ങൾ ഇപ്പോൾ നിലവിൽ എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് കണക്കുണ്ട്. എത്ര? 18,000 എന്നുള്ള അതൊരു കണക്കാണ് സംഭവം. അതിനകത്ത് ഈ എത്രത്തോളം എൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. സംഭവം മനസ്സിലായി. എഴുതി കൊടുത്തേക്കണ പാട്ടൊക്കെ അനുസരിച്ച് ഞാൻ ഒരുപാട് പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് എഴുതിയപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയേറെ പ്രയാസമാണ് അത് കണ്ടെത്താനായിട്ട്. കാരണം സ്കൂളുകളിൽ വെച്ച് ഞാൻ എഴുതി തുടങ്ങിയ സംഭവം. ഞാനെന്നിട്ട് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തുടങ്ങി പാട്ട് എഴുതുന്നുണ്ട്. അതിന് മുമ്പും ഈ ചിന്താഗതി ഉള്ളിലുണ്ട് പാട്ട് എഴുതുന്നുള്ള. ഏറ്റവും കൂടുതൽ ഗസലുകളാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ. അത് സംബന്ധമായിട്ടുള്ള കുറേ പാട്ടുകൾ വേറെ ഞാൻ എഴുതിയിട്ടുണ്ട്. ആരായിരുന്നു ഈ അധ്യാപകരിലാരായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകിയിട്ടുള്ളത്? വത്സമ്മ ടീച്ചർ, പത്മജ ടീച്ചർ, അനിത ടീച്ചർ. എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? കാരണം ഞാൻ അതെന്താ ജനങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്, ഗൃഹാതുരത്വമാണ്. ഓക്കെ ഞാൻ ഗാന്ധി എന്ന് പറയുന്ന കവിത ചൊല്ലാൻ വേണ്ടി ഉപജില്ലാ കലോത്സവത്തിന് പോയെന്ന്. ആ മത്സരത്തിൽ സത്യം പറഞ്ഞാൽ ടീച്ചർമാർ പറയുന്നതണ്ട എന്നെ സമാധാനിപ്പിക്കുന്നതാണെന്ന് പറയുന്നത്, നിനക്കാണ് ഫസ്റ്റ് കിട്ടുന്നത്. പക്ഷേ അത് മറ്റുള്ള പല സംഭവങ്ങളും മാറിപ്പോയി. അത്രയും നന്നായിട്ട് ഞാൻ ചെയ്തെന്ന് പറയുന്ന കവിത. അപ്പം എന്നെ അങ്ങനെയുള്ള എല്ലാ പരിപാടികൾക്ക് കൊണ്ടുപോകുന്നതൊക്കെ ടീച്ചറാണ്. വത്സമ്മ ടീച്ചർക്ക് ഈ കവിത ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 2 വരി ഗാന്ധി വയലാറിൻ്റെ കവിത. തനിയേ നടന്നു നീ പോവുക, തളർന്നാലുമരുതേ പരാശ്രയവുമിളകും, അനുഗാമികൾ വെടിഞ്ഞാലും നിനക്കു നീ അഭയവും വഴിയും വിളക്കും, നിനക്ക് നീ അഭയവും വഴിയും വിളക്കും. പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയുമീ അഗ്നിക്കു മുൻപിൽ, വെടികൊണ്ട പക്ഷിയൊന്നെവിടെയോ കരയുന്ന ചിറകൊച്ചയിടയുന്നു പിന്നിൽ. ഗാന്ധി എന്ന് പറഞ്ഞ കവിത. അതായത് അദ്ദേഹം ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആരാണു ഗാന്ധി നിഴൽ ചുള്ളിയൂന്നി ചരിത്രത്തിലെങ്ങോ നടന്നവൻ, താൻ തീർത്ത വറചട്ടിയിൽ വീണു താനേ പുകഞ്ഞവൻ, വെറുതെ കിനാവിൻ്റെ കഥകൾ പുലമ്പിയോൻ, കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി. ഇതാണ് കവിത. ഇത് എന്നെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറ്റാവുന്ന രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കവിത ഫസ്റ്റ് കിട്ടാതായി പോയാൽ ടീച്ചർമാർക്ക് അതിന് വിഷമപ്പെടുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷമിച്ചവർ 2 ടീച്ചർമാരാണ്. ഒന്ന് പത്മ ടീച്ചറും ഈ പറഞ്ഞ വത്സമ്മ ടീച്ചറും. അതുകൊണ്ടാണ് അവരെ മറക്കാത്തത്. അതെ, എന്നെ അത് തന്നെ എനിക്ക് ഭക്ഷണത്തിൻ്റെ കാര്യമായാലും ഷർട്ടോ മുണ്ടോ സ്കൂളിലേക്കുള്ള എന്ത് കാര്യങ്ങൾക്കായാലും എൻ്റെ ഇല്ലെങ്കിലും എൻ്റെ പേരിൽ അവിടെ ടീച്ചർമാർ ഈ വത്സമ്മ ടീച്ചറും എനിക്കെല്ലാം ചെയ്ത് തരുന്ന ടീച്ചറാണ്.
അമ്മ മരണപ്പെട്ടു പോയെങ്കിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം അമ്മ മരണപ്പെട്ടു. അമ്മ അച്ഛനും മരണപ്പെട്ടു. അമ്മ മരണപ്പെട്ടു. അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടാണ്. ചെറുപ്പത്തിലെ അച്ഛൻ ഒരു ചെറുപ്പത്തിലെ, അമ്മയെ അടുത്താണ് മരണപ്പെട്ടത്. അടുത്തതിന് ഒരു ആണ്ട് കഴിഞ്ഞു മരണപ്പെട്ടു. അച്ഛൻ എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മരിക്കുന്നത്? അച്ഛൻ ഞാൻ 7 8 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരണപ്പെട്ടത്. എന്തായിരുന്നു അച്ഛന് ഈ കുടലിൻ്റെ അസുഖമായിരുന്നു. അമ്മക്ക് ശ്വാസം മുട്ടായിരുന്നു. അമ്മ മെഡിക്കൽ കോളേജിൽ കിടന്നാണ് മരിച്ചത്. 10-15 ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ കിടന്നു. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനിങ്ങനെയൊക്കെ ആവണം, എല്ലാവരും കൂടാതെ അമ്മക്ക് എന്നെ കുറിച്ച് ഭയങ്കര ആവലാതിയിരുന്നു. പക്ഷെ ഇങ്ങനെ ഞാനിങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അത് കാണാനും കേൾക്കാനും അമ്മ ഇല്ലാത്തൊരവസ്ഥയായി. അതൊരു ഭയങ്കര വിഷമമുള്ള സമയം. അതാർക്കും സഹിക്കാത്തൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ രക്ഷപ്പെടുന്നത് അവർ കാണണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അത് അല്ലേ, അത് എല്ലാവരുടെയും ഇല്ലാത്തൊരവസ്ഥ. കാരണം അവരില്ലെങ്കിൽ വേറെ ആരും നമുക്കില്ല. എത്രത്തോളം നമുക്ക് രക്തബന്ധമുണ്ട്, നമുക്ക് ചേട്ടനുണ്ട്, നമുക്ക് അനിയനുണ്ട്, നമുക്ക് കുടുംബക്കാണെന്നായാലും അച്ഛനും അമ്മയും അവർക്ക് പകരം വെക്കാനോ അവർക്ക് തുല്യമായിട്ട് ഒരാളും ലോകത്തില്ല. അവർക്ക് പകരമാകാനും പറ്റിയാല. ദൂരം ആരൊക്കെ പകരമാകാൻ ശ്രമിച്ചാലും അവരോട് എത്തില്ല, അല്ലേ? അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അത് ഈ അടുത്ത് ഞാൻ കേൾക്കാനിടയായ ഒരു പാട്ടുണ്ടായിരുന്നു. ഒരു ആളെനിക്കറിയില്ല, ആള് പാടി അച്ഛനെ കുറിച്ച് പാടിയൊരു പാട്ട്. അത് ഇങ്ങനെയാണ് സംഭവം. അപ്പാ അപ്പാ ഉന്ന പോലെ യാരുമേ ഇല്ലേ, എനക്കാരുമേ ഇല്ലേ, ഓൻ കൈവീരലെ പിടിച്ച് നടந்த காலம் மறக்கலே, அந்த காலம் மறக்கலே. 10 மாதம் தாய் சுமந்து மொத்தத்திலே நெய் சுமந்து நெத்திரிக்க வேள்வ சிந்தி உழைச்ச சாமி நீ. ஆதரவா நீ இருந்த ஆலமரம் போலிருந்த, ஆதரவா நீ இருந்த ஆலமரம் போலிருந்தே, தாடி மீசை வச்சு வந்த தாய நீ அப்பா, ഏ അപ്പാ അപ്പാ ഉന്ന പോലെ യാരുമേ ഇല്ലേ. ഭയങ്കര ഒരു വരികളും പാട്ടുകളും. നിങ്ങൾ പാടുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ആ സൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഭയങ്കരമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊള്ളുന്നുണ്ട്. ഏത് പാട്ട് പാടിയാലും, ഇപ്പോൾ ഗാന്ധിയുടെ പാട്ടാണെങ്കിലും, ആദ്യം പാടിയ സൂര്യനെത്തഴുകയാണെങ്കിലും, അതിന് മുമ്പത്തെ നമ്മുടെ ഏത് ഗാനമാണെങ്കിലും നിങ്ങളെ സത്യം പറഞ്ഞാൽ മലയാള സിനിമ കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആരായാലും എന്തായാലും എവിടെയായാലും എങ്ങനെയുള്ള അച്ഛനും അമ്മയും അവരൊരിക്കലും എടുത്തു മാറ്റുകയോ വേറെ സ്ഥലത്ത് കൊണ്ടുവന്നാക്കുകയോ ചെയ്യരുത്. അവരെ കഷ്ടപ്പെടണം, നമ്മൾ നോക്കണം അതിനുള്ള. കാരണം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ അവരുടെ കാര്യം പിന്നെ 100%. അപ്പോൾ അവരൊരിക്കലും മറക്കാത്ത രൂപത്തിൽ കേരളത്തിൽ നിന്നല്ല എല്ലാവരും അത് അച്ഛനെയും അമ്മയും സ്നേഹിക്കാത്ത മനുഷ്യനല്ല. അവനിപ്പോൾ എന്തൊക്കെ വലിയ കൊടികെട്ടിയ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ മുതലാളിയാണെങ്കിലും, എത്രത്തോളം സാമ്പത്തികം ഉള്ളവനാണെങ്കിലും സ്വന്തം അച്ഛനെയും അമ്മേനെയും നോക്കാത്തവൻ മനുഷ്യനല്ല, അല്ലേ? നോക്കാതെ എത്രയോ വൃദ്ധസദനങ്ങളാണ് ഓരോ ദിവസം കൂടുമ്പോഴും എണ്ണി 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 കൂടിക്കൊണ്ടിരിക്കുക. ഈ വൃദ്ധസദനത്തിൽ കൊണ്ടേ വിടുന്നവരൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരോ അല്ലെങ്കിൽ വിദ്യാസമ്പന്നരോ സാമ്പത്തികം ഇല്ലാത്തവരാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. വലിയ വലിയ ജോലിയിലിരിക്കുന്നവനൊക്കെയാണ് കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് മരണപ്പെട്ടാൽ പോലും അവർക്ക് വരാനുള്ള സമയമില്ല. എന്നാൽ ഇവർ അവിടെ പോയി സൂഹിക്കുന്നതോ അല്ലെങ്കിൽ അവരവിടെ ജോലി എടുക്കുന്നതോ വിദേശത്ത് പോയി സെറ്റാവുന്നതോ അതിൻ്റെ ഇവരുടെ കാരണം കൊണ്ടാണെന്നുള്ളത് അവർ മറന്നു പോകുന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പാട്ട് ഇത്രയും നന്നാവുന്നതിൽ എനിക്ക് ഏറ്റെടുത്തതിൽ വീണ്ടും അതിനെ ഹൃദയം നിറഞ്ഞ് നന്ദി എല്ലാവരോടും പറയുന്നു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാവരോടും, എല്ലാ ജനങ്ങളോടും പറയുന്നു.